പപ്പ എന്താ എവിടെ ഇരിക്കുന്നേ? എണീറ്റോ? അതേ, ഒരു കള്ളൻ ഇപ്പൊ വരും. അവനെ പിടിക്കാനാ. കള്ളനോ? വരുന്നു മമ്മി. തന്റെ കേസാ വിളിക്കണത്. വക്കീല് കാഴ്ച കാണാതിരിക്കല്ലേ? ഞാനൊരു ആലോചനയിലേ പോയി. ആലോചന നല്ലതാണ്. എന്നാ പിന്നെ പുറത്തു പോയി നല്ലോണം ഇരുന്ന് ആലോചിക്കും. കേസ് അടുത്ത മാസം 18 മാറ്റി. സാർ 2 മിനിറ്റ്. അല്ല, നല്ലോണം ഇരുന്ന് ആലോചിക്കും. കേസ് 18 തീയതി. നെക്സ്റ്റ്. എടാ, ഇത് നല്ല ബ്യൂട്ടിഫുള്ളായ ലവ് ലെറ്റേഴ്സ് ആണല്ലോടാ. ഇതെഴുതിയ പേരില്ലാത്ത റോസിൻ്റെ വലിയൊരു ആരാധനാവും ഞാൻ. എന്നിട്ട് ഫ്രെഡിയെ സ്നേഹിക്കുന്ന പോലെ എന്നെയും സ്നേഹിക്കാൻ പറയും. ഇതിനാണ് രാവിലെ തൊട്ട് നീ കാറ് ഓട്ടിക്കുന്നത്. ഇതത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. ഞാൻ ഇന്നലെ മോനോട് ചെവി പറഞ്ഞ കാര്യങ്ങളാണ് ഈ കത്തിൽ എഴുതി വന്നേക്കുന്നത്. രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആ വീട്ടിലാരൊക്കെയോ ഉള്ള പോലെ. അപ്പോൾ വട്ടം തുടങ്ങി. നല്ല കോമ്പിനേഷൻ. വട്ടനായ വക്കീൽ. എടാ, നീ കിടന്നിങ്ങനെ ആലോചിച്ച് കൂട്ടി ടെൻഷനാവല്ലേ? ഇതാരാണ്ട് നിന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യണേ? 100% ഷുവർ അല്ലേ? നോക്കട്ടെ. പ്രിയപ്പെട്ട ഫ്രെഡി, ഞാൻ അവരെ കേട്ടിരിക്കുന്നത് അവർ മനസ്സിലാക്കുന്നു. ഞാനൊരു കള്ളനാണെന്നാണ് അയാൾ മകനോട് പറഞ്ഞത്. സത്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചെയ്തിരിക്കുന്നത്. ഓർക്കാൻ സുഖമുള്ളവ. നിനക്ക് ഓർമ്മയുണ്ടോ, ഇടയ്ക്ക് നമ്മൾ പുറത്ത് നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ നടുവിലിരുന്ന് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനം ജൂലി ഡു യു ലവ് മീയും നിർത്താതെ നമ്മുടെ കാസറ്റ് പ്ലെയറിലിട്ട് അവയെല്ലാം സംസാരിച്ചിരുന്നത്. എടാ, ഇതിലെഴുതിയിരിക്കുന്ന പാട്ട് നിനക്ക് ഓർമ്മയില്ലേ? ബോബി ശർമാൻ്റെ ജൂലി ഡു യു ലവ് മീ. നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരുന്ന മോഹനില്ലേ, മൂക്കള മോഹൻ, അവൻ ഈ പാട്ടും പാടിയല്ലേ എൻ്റെ ക്ലാസ്സിലെ ജൂലിയുടെ പുറം നടന്നത്. ചത്തുപോയി കിളിന്റെ ശബ്ദം കേട്ടില്ലേ?
ഈ പാട്ട് മോനെ ആരെ പഠിപ്പിച്ചേ? മമ്മിയാണ്. ഒന്ന് ആലോചിക്കേ, മമ്മിയല്ലേ? പിന്നെ ആരാ? അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. എവിടുന്ന്? താഴേന്ന്. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ വീടങ്ങ് വിട്ടേക്ക്. വേറൊന്നും നോക്കാം. നിങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കാലോ. നീ എന്തായി പറയുന്നേ? 6 മാസത്തെ വാടക കൊടുത്ത്. 6 മാസത്തെയോ? നാട്ടിൽ നടക്കുന്ന കാര്യമല്ലാണ് ഈ പറയണത്. എന്നെ സാധാരണ ഒരു വീട്ടിൽ എന്നെ 1 മാസത്തിൽ കൂടി നിർത്താറില്ല. ഇതാകുമ്പോൾ 6 മാസം സേഫ് അല്ലേ, അതുകൊണ്ട് കൊടുത്തത്. നീ എന്തായാലും ആളെ പോയി ഒന്ന് കാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം നിന്റെ തോന്നലാണെങ്കിലും ശരി, അവിടെ നീ താമസിക്കണ്ട, വേറെ നോക്കാം. ആളൊരു മാസത്തെ വാടക എടുത്തോട്ടെ. ഡേസിയും പിള്ളേർക്ക് ഇവിടെ തന്നെ നിൽക്കാലോ. ആള് പുറത്ത് പോയിക്ക്. രാത്രി ചെല്ലാൻ എന്നെ പണിക്കാരൻ പറഞ്ഞു. പോയി നോക്കാം. ആ താനോ? എന്താ കാര്യം? ഞാൻ ആ വീട് വഴി ഞാൻ തീരുമാനിച്ചു. അതിനിപ്പോൾ ഇവിടെ വരേണ്ട കാര്യം എന്താ? മാറിക്കൊള്ളണം. ഞാനിവിടെ ഒരു 5-6 ദിവസമേ താമസിച്ചുള്ളൂ. അപ്പോൾ ബാക്കി വാടകയുടെ കാര്യങ്ങളൊന്നും. ഓ, അതിലൊന്നും ബാക്കി ഉണ്ടാകത്തില്ലെന്നേ. അതൊക്കെ ആദ്യമേ പറഞ്ഞാണല്ലോ. ബാക്കി ഉണ്ടാകത്തില്ലെന്നോ? ഒരാഴ്ച താമസിച്ചിട്ട് 6 മാസത്തെ വാടകയോ? ഇതെവിടുത്തെ ന്യായം? ഓ, എന്നാ നീ നോക്ക് വാങ്ങാൻ പറ്റുമോ എന്നാ കേട്ടോ. ബാക്കി കഴിക്കാൻ പറഞ്ഞു. സാറേ, ചോദിച്ചിട്ട് കാര്യമില്ല. പരമനാറിയ നയാ പൈസ കിട്ടില്ല. സാറാ വീട്ടിൽ നിൽക്കണ്ട. കാശ് പോണോ നോക്കണ്ട, വേഗം അവിടുന്ന് മാറിക്കോ. ആ വീടിരിക്കുന്ന സ്ഥലത്തിന് ഒരു പ്രശ്നമുണ്ട്. അന്നവിടെ വീട് വെഞ്ചരിക്കാൻ വന്ന അച്ഛൻ ഒരു കാഴ്ച കണ്ടു. ആ വീട് പണിയുന്നതിന് മുമ്പ് അതൊരു ഷോപ്പറിലായിരുന്നു. ഇച്ചായ, ഷൈനുത്താന്റെ കൈക്ക് പൊള്ളലേറ്റു. അമീർക്ക് ആശുപത്രി കൊണ്ടേക്കുവാ. ഉമ്മച്ചയും പോയി. പിള്ളേരോ? ഭയങ്കര കരച്ചിലായിരുന്നു, ഒരു തരത്തിൽ ഉറക്കിയത്. കൊച്ച് Once you are my guest, you will always be. പേടിക്കാനൊന്നുമില്ല. 2 മണിക്കൂർ
ഒബ്സർവേഷൻ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റുന്ന ഡോക്ടർ പറഞ്ഞേ. ശരി. കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റാന്നാ പറഞ്ഞത്. എന്തായാലും 4-5 ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും. ഈ കൂടുതൽ ആളുകൾക്ക് എന്തെങ്കിലും പറ്റുമ്പോഴാവൂല്ലേ നമ്മൾ കൂടുതൽ വിഷമിക്കുന്നത്. ഞാൻ തിരിച്ചാ വീട്ടിലേക്ക് തന്നെ പോകുക. നീ എന്ത് പ്രാന്തറായി പറയണത്? എന്നിട്ട് അവിടെ കിടന്ന് ചാവാനോ? നിന്റെ വീട്ടിലേക്ക് വന്ന ഇനി ഇതിന്നൊരു ഒളിച്ചോട്ടല്ല. എന്തു വന്നാലും ഫേസ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ അപ്പനും അമ്മയും ചെയ്തപോലെ ചാവണം. അത് ഞാൻ ചെയ്യില്ല. ഞങ്ങളിതുവരെ ഒന്നും ജീവിച്ചു തുടങ്ങിയിട്ടില്ല. അവിടെ ചെന്നിട്ട് ഇന്ന് രാത്രി വരെ സമയമുണ്ട് ഫ്രെഡി ആരാന്ന് കണ്ടുപിടിക്കാൻ. എൻ്റെ അറിവിൽ ഒരു 80 ഈ സ്ഥലം കടൽ കയറിപ്പോയതാ. ഒരു 8-10 കുടുംബക്കാർ എല്ലാം ഉപേക്ഷിച്ച് കടൽ കയറിപ്പോ എവിടേക്കോ പോയി. പിന്നെ കുറേ കാലം ഈ സ്ഥലം വെറുതെ എങ്ങനെ കിടന്നു. ഒടുവിൽ കടൽ ഭിത്തി വന്നപ്പോഴാണ് തോമസാറ് പട്ടയൊക്കെ ഉണ്ടാക്കി ഇത് അയാളുടെ സ്വന്തമാക്കിയത്. അതിനു മുമ്പത്തെ ഫ്രെഡി എന്നും റോസ് എന്നൊക്കെ പറയുന്ന ആളുകളെ കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല. ഇവിടെ നിന്ന് പോയവരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടുമില്ല. അന്ന് അവിടെ വന്നിരുന്ന അച്ഛൻ പിന്നെ അധികാലം ഇവിടെ നിന്നില്ലേ. അച്ഛൻ ഇത് പലരോടും പറഞ്ഞു തുടങ്ങിയപ്പോൾ തോമസ് സാർ സ്ഥലം മാറ്റിയെന്ന പറച്ചില്. പിന്നെ കപ്പ്യാരും മാറിയിട്ടില്ല, അതേ ആളെന്നെ. ആളെ പോയി കണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും അറിയാൻ സാധിക്കും. അന്ന് ആ വീട്ടിൽ നടന്ന സംഭവത്തിന് ശേഷം അച്ഛൻ രൂപതയിലൊക്കെ ചെന്നിട്ട് ഇതിനൊക്കെ പറ്റി സംസാരിച്ചിരുന്നു. പക്ഷേ ആ തോമസ് മുതലാളി ഇടപെട്ട് അച്ഛൻ്റെ വേഗം ഇവിടുന്ന് സ്ഥലം മാറ്റി. അങ്ങേരിയുടെ കൈക്കൂലിയൊക്കെ കൊടുത്തിട്ടാണ് ആ വസ്തു സ്വന്തം പേരിലാക്കിയത്. ചിലപ്പോൾ അതിൻ്റെ പേടിയുണ്ടായിരിക്കും. ഇനിയിപ്പോൾ അന്നത്തെ ശവസംസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആരോടെ ഇപ്പോൾ ഒന്ന് ചോദിക്കുക. ആ പീറ്ററേട്ടൻ അന്ന് ശവങ്ങൾ അടക്കിയിരുന്ന സമയത്തുണ്ടായിരുന്ന കപ്പ്യാര. ആൾക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റും. തോമസിൻ്റെ വീടിൻ്റെ ഇടത് ഭാഗം, അവിടുത്തെ ഒഴിഞ്ഞിടങ്ങൾ. ആ സ്ഥലത്തിനൊരു ചരിത്രമുണ്ട്. 70-ൽക്കിടയില. അന്ന് 50-ൻ്റെ ചെറുപ്പം എനിക്ക്. അന്നൊക്കെ എല്ലാവരും ഭയപ്പെട്ടിരുന്നൊരു അസുഖമായിരുന്നു കോളറ. എല്ലായിടത്തും പിടിച്ച പോലെ ഈ നാട്ടിൽ അസുഖം പടർന്നു പിടിച്ചു. അന്നത്തെ അച്ഛൻ ഫാദർ ഫ്രാൻസിസ് ആയിരുന്നു. റോമിലൊക്കെ പോയി പഠിച്ച ഒരാൾ. ഒരുപാട് പേരെ ഒന്നിച്ചടക്കിയതിൻ്റെ അടുത്താണ് നിങ്ങൾ ഈ പറയുന്ന വീട്. അന്ന് ആ ദുരന്തത്തിന് ശേഷം പിന്നെ അവിടെ ആരും അടക്കിയിട്ടില്ല. മരിച്ചവരുടെ കൂട്ടത്തിൽ ഫ്രെഡി ഉണ്ടായിരുന്നോ റോസ് ഉണ്ടായിരുന്നോ എന്ന് ആർക്കറിയാം. കാലം കുറേ ആയില്ലേ. നീ കയറ്. എല്ലാവരും നോക്കി. ഇന്ന് തിരിച്ച് വീട്ടിൽ പോയാൽ നമുക്കൊരു കളി കളിക്കാം. നമ്മളാരും ഒന്നും മിണ്ടില്ല, ഒന്നും സംസാരിക്കാതെ നമ്മളവിടെ നിൽക്കും. നമ്മൾ കൈകൊണ്ടും കണ്ണുകൊണ്ടും നോട്ടം കൊണ്ടുമൊക്കെ സംസാരിക്കും.